കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ വാനില സ്പഞ്ചിൻ്റെ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് കാണുമ്പോഴേ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ്. ഇത് വെച്ച് കേക്ക് ഉണ്ടാക്കുമ്പം ശരിക്കും മെൽറ്റ് ഇൻ ദ മൗത്ത് ആണ്. ഇത് 1/2 kg കേക്കിന് ഉപയോഗിക്കാൻ പറ്റിയ ബേസിക് വാനില സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ്. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യേണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ ചെയ്ത് എടുത്താൽ മതി. ഞാനിത് 2 എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ എഗ്ഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. 125 ml കപ്പിൽ 1/4 കപ്പാണ് പഞ്ചസാര എടുക്കുന്നത്. അത് പൊടിച്ചു കൊണ്ടുവന്നത് ഈ എഗ്ഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ചെടുത്തതിൽ മിക്സ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം പതപ്പിച്ച് വെച്ചതുപോലെ ആക്കണം. അതായത് തിരിച്ചിട്ടാൽ വീഴരുത്. അതിലേക്കാണ് 1/4 ടീസ്പൂൺ വാനില എസൻസും പിന്നെ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നത്. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ ബീറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർക്കാം. അത് വിസ്ക് കൊണ്ട് ഫോൾഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. 125 ml കപ്പിൽ 1 കപ്പ് മൈദ, 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പും ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തതാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ബേക്കിംഗ് പൗഡർ സോഡ ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഓയിൽ ഫ്രീ ആയിട്ടുള്ള സ്പഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ ചാനലിൽ വീഡിയോ ഉണ്ട്, കണ്ടു നോക്കിയാൽ മതി. ഇനി ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ പ്രത്യേകം ഉണ്ടാക്കിയ ഓവൻ സെറ്റപ്പിൽ എല്ലാ ഭാഗത്തു നിന്നും ഹീറ്റൊക്കെ വന്നൊരു തീ ചൂളയിൽ എന്ന പോലെ കേക്ക് ബേക്ക് ആക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സ്പഞ്ച് വരുന്നത്. ഫുൾ വീഡിയോ കാണാനാണെങ്കിൽ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന നേരം കണ്ടു നോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി.